ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു പാവയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പാവയ്ക്ക ചെറുതായി അരിഞ്ഞ് കുറച്ച് കനം കുറച്ച് തന്നെ അരിഞ്ഞു കേട്ടോ, ഒട്ടും കട്ടി വേണ്ട. നമുക്ക് ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വന്നെന്ന് ഉറപ്പായതിനു ശേഷം നമുക്കതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ആ വെള്ളമെല്ലാം ഒന്ന് വാർന്ന് വരട്ടെ. ആ സമയം കൊണ്ട് ഒരു ചീനച്ചട്ടിയിൽ നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് പിന്നീട് നമ്മൾ അതിലേക്ക് ഓൾറെഡി നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള പാവയ്ക്ക സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിനകത്തിൽ ബാക്കി എണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ടൈമിൽ വറ്റിപ്പോവാനുള്ളൊരു ടൈം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റോളം അങ്ങനെ ഇരുന്ന് ആ എണ്ണയിലിരുന്നൊന്ന് വേവട്ടെ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും കുറച്ച്. അപ്പോൾ ആ വെള്ളം കൂടെ ഒന്ന് വറ്റി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളിയും പിഴിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ശർക്കരയും എടുക്കാം. അപ്പോൾ ഈ കാണുന്ന ഒരു അളവാണ് നമ്മളിതിൽ ഒഴിക്കുന്നത്. 1 കിലോ പാവയ്ക്കാണ് നമ്മൾ വാങ്ങിയത്. ആ 1 കിലോ പാവയ്ക്കയ്ക്ക് വേണ്ടുന്ന അളവാണിത്. അപ്പോൾ എന്നിട്ട് നമുക്കതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി മതി. കാരണം ഓൾറെഡി പാവയ്ക്കൊക്കെ ഒരു കയ്പ്പുണ്ട്. ഉലുവാപ്പൊടി അധികം ഇട്ടാൽ അത് കയ്പ്പ് കൂടി വരും. പിന്നെ ഒരു നല്ലൊരു ടേബിൾ സ്പൂൺ കായം. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര അല്ലെങ്കിൽ ഉണ്ട ഇതിലേക്ക് നമുക്ക് ചേർക്കാം. എന്നിട്ടിത് വീണ്ടും നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സായി വരുമ്പോഴത്തേന് ഈ ഒരു രീതിയിലായിരിക്കും ഫൈനലി നമുക്കിത് കിട്ടുന്നത്. വെള്ളമൊന്നും പിന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. വിനാഗിരി കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വേറൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. വിനാഗിരി ഒഴിക്കുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്, അതെനിക്ക് റെക്കോർഡായില്ല. അപ്പം ഇതാണ് നമ്മുടെ പാവയ്ക്ക അച്ചാർ. ഇതിന് കയ്പ്പ് വളരെ കുറവാണ് കേട്ടോ, ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റിയാണ്, കുറച്ച് മധുരമുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുട്ടികൾക്ക്. അപ്പോൾ ശരി, ബൈ.